നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ദൃശ്യം 2-ൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. നടന്ന സംഭവങ്ങൾ പിടിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ജോർജ് കുട്ടി പബ്ലിഷ് ചെയ്യുന്ന ദൃശ്യം എന്ന നോവൽ അതങ്ങ് സിനിമയിലല്ലേ. എന്നാൽ അത്തരത്തിലുള്ള സംഭവം തനി ആവർത്തിച്ചിരിക്കുകയാണ് കാഞ്ചാർ നരബലി കേസിലും. ഒരു മോഷണ കേസിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്ന ഇരട്ടക്കൊല കേസിലെ പ്രധാന പ്രതി നിതീഷ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജനപ്രിയ നോവലിസ്റ്റ് ആയിരുന്നു. സ്വന്തം ജീവിതവും കുറ്റകൃത്യങ്ങളും ഒക്കെയായി ബന്ധം തോന്നിക്കുന്ന മഹാമാന്ത്രികം ഉൾപ്പെടെ 3 നോവലുകളായിരുന്നു ഇയാൾ ഇതിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ദൃശ്യം 2-ൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടി ചെയ്യും പോലെ ദൃശ്യം 2 ഇറങ്ങുന്നതിന് 2 കൊല്ലം മുൻപ് തന്നെ ആത്മകഥാംശമുള്ള മഹാമാന്ത്രികം നിതീഷ് പോസ്റ്റ് ചെയ്തു തുടങ്ങിയിരുന്നു. സ്വന്തം കുഞ്ഞിനെയും അതിന്റെ മുത്തശ്ശനെയും കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കാഞ്ചാർ കാക്കാട്ടുകട നെല്ലിപ്പിള്ളിയിൽ വിജയനും മകളുടെ കുഞ്ഞുമായിരുന്നു കൊല്ലപ്പെട്ടത്. ഈ കേസുകളിൽ വിജയന്റെ മകൻ വിഷ്ണുവും പ്രതിയാണ്. കൊല്ലപ്പെട്ട വിജയന്റെ കുടുംബത്തിലേക്ക് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞായിരുന്നു നിതീഷ് കടന്നു കയറിയതും. മന്ത്രവാദവും ആഭിചാരവും ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ വിജയന്റെ മകൾക്ക് നിതീഷിൽ ഒരു കുട്ടി ജനിക്കുന്നു. 4 ദിവസം മാത്രം പ്രായമായ ആ ആൺകുഞ്ഞിനെ 2014-ൽ കൊലപ്പെടുത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ നിതീഷ് മഹാമാന്ത്രികം എന്ന ഓൺലൈൻ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിയാണ് അതിലെ വില്ലൻ. ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി മറ്റൊരു മാന്ത്രികൻ ശ്രമിക്കുന്നു. 6-ാമത്തെ അധ്യായം വലിയ സസ്പെൻസിൽ നിർത്തിയ ശേഷം തുടരും എന്ന് അടയാളപ്പെടുത്തി. 2018 ഡിസംബർ 16-നായിരുന്നു ഇത്. എന്നാൽ പിന്നീട് നോവൽ തുടർന്നില്ല. പകരം നോവലിൽ പറയുന്നത് പോലെയുള്ള ആഭിചാര ക്രിയകളുമായി നോവലിസ്റ്റിന്റെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. 6 അധ്യായം മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിലും 52,000-ൽ അധികം പേർ ഈ നോവൽ വായിച്ചിരുന്നു. അവസാന അധ്യായത്തിൽ 212 പേർ റിവ്യൂ ഇട്ടു. നോവൽ തുടരണമെന്ന് അഭ്യർത്ഥിച്ച് നിരവധി പേര് കമന്റും ഇട്ടു. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിന്റെ പല സന്ദർഭങ്ങൾക്കും ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമ ദൃശ്യത്തിന്റെ 1-2 ഭാഗങ്ങളുമായി സാമ്യമുണ്ട്. 2023-ൽ വിജയനെ കൊന്ന വാടക വീടിന്റെ തറ തുറന്ന് കുഴിച്ചു മൂടിയതും ദൃശ്യം 1 മോഡലാണ്. ബസ് ടിക്കറ്റ് കാണിച്ച് നിതീഷ് കുറ്റകൃത്യം മറയ്ക്കാൻ ശ്രമിച്ചതിലും സാമ്യമുണ്ട്. പിന്നീട് നടന്ന കാര്യങ്ങൾക്കായാണ് ദൃശ്യം 2-മായി സാമ്യം. നിതീഷിനെ ഒരു മോഷണ കേസിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കൊലപാതക വിവരം പുറത്തു വന്നത്. വാടക വീടിന്റെ തറ തുറന്നപ്പോൾ അസ്ഥിക്കൂടം കണ്ടെത്തി. കൃത്യം ദൃശ്യം 2. ഇതേ സിനിമയിൽ നിയമത്തിന്റെ മുൻപിൽ നിന്നും രക്ഷപ്പെടാനായി കുറ്റകൃത്യത്തോട് സാമ്യമുള്ള ഒരു നോവൽ നായകൻ ജോർജ് കുട്ടി എഴുതിക്കുന്നുണ്ട്. ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ നിതീഷ് തന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നോവൽ ഓൺലൈനിലൂടെ എഴുതിയിരുന്നു.